ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. യൗമ നബ്അസു, അന്ത്യനാൾ ആസന്നമാകുമ്പോൾ, ഭൗതിക ലോകത്തെ ജീവിതം കഴിഞ്ഞ് മരണം പുൽകി ഒരുപാട് നാളുകൾ അദൃശ്യ ലോകത്ത്, ഖബറിന്റെ ലോകത്ത് ഭൂമിക്കുള്ളിലായി കഴിഞ്ഞതിന് ശേഷം ഈ പ്രപഞ്ചത്തെ അള്ളാഹു നശിപ്പിക്കുകയും തുടങ്ങിയിടത്തേക്ക് പ്രപഞ്ചത്തെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നേരം ഖിയാമത്ത് നാള് സംഭവിക്കുകയും വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെ അള്ളാഹു അർളുൽ മഹ്ശറിൽ കൊണ്ടുവന്ന് ഹാജരാക്കുകയും ചെയ്യുമ്പോൾ യൗമ നബ്അസു ഫീ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം, ഓരോ സമൂഹങ്ങൾക്കും അവർക്കെതിരായി സാക്ഷി പറയാൻ അവരിൽ നിന്നൊരു പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചത് ആരെയോ ആ പ്രവാചകരെ അവർക്ക് സാക്ഷിയായി അള്ളാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ വജിഇനാ ബിക ഷഹീദൻ അലാ ഹൗലാ, മുഹമ്മദ് നബിയെ 6-ാം നൂറ്റാണ്ട് മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സർവ്വ മനുഷ്യർക്കും സാക്ഷി പറയാൻ അങ്ങേ അല്ലാഹു വിചാരണ നാളിൽ വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ ഭൂതവും വർത്തമാനവും ഭാവികാലവും എല്ലാം വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അങ്ങേക്ക് നാം അവതരിപ്പിച്ചു തന്നില്ലായിരുന്നുവോ? വഹുദൻ വറഹ്മ, വിശുദ്ധ ഖുർആൻ സന്മാർഗദർശനമായിരുന്നു. വറഹ്മ, അള്ളാഹുവിൻ്റെ കരുണയായിരുന്നു. വബുശ്റാ ലിൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുമായിരുന്നു. ആ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ നബിയേ. എന്നിട്ട് ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ജനങ്ങളുടെ ഖുർആനിനോടുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്ന് പരിശോധിക്കുവാൻ, അവർക്കെതിരെ സാക്ഷി പറയാൻ പ്രവാചകരെ തിരുമേനി അങ്ങയെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യാൻ കൽപ്പിക്കുകയാണ്, അനീതി ചെയ്യരുത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നിങ്ങൾ ഓരോരുത്തരും നീതി സ്ഥാപിക്കാൻ വന്നവരാണ്. നീതിയുക്തമായി നീതിഭദ്രമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ്. വൽ ഇഹ്സാൻ, സർവർക്കും എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും അള്ളാഹു നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ നോക്കണേ, സംരക്ഷിക്കണേ, അവർക്ക് നിങ്ങൾ നൽകണമേ എന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. 3 വിഷയങ്ങൾ. ഒന്ന് നീതി ചെയ്യാൻ, രണ്ടാമത്തേത് ഇഹ്സാൻ, എല്ലാവർക്കും എല്ലാറ്റിനും സർവ്വതിനോടും സ്നേഹവും കരുണയും ദയാവായ്പും വാത്സല്യവും തലോടലും കരുതലും സർവ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് പോലും നീതി ചെയ്യാൻ, അവരോടൊക്കെ നന്മ ചെയ്യാൻ അള്ളാഹു എന്നോടും നിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ്. ഇഹ്സാൻ ചെയ്യണം. ഇവിടെ അനീതിയല്ല, ദുൽമല്ല ചെയ്യേണ്ടത്, അതിക്രമമല്ല വേണ്ടത്, മനുഷ്യനെ തല്ലിക്കൊല്ലുകയല്ല വേണ്ടത്. മനുഷ്യന് ജീവൻ കൊടുക്കലാണ്, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കലാണ്, ജീവജാലങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കലാണ് മനുഷ്യന്റെ ദൗത്യമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നെ പറഞ്ഞു ഈതാഇദിൽ ഖുർബ, നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ്, നിങ്ങളൊക്കെ ഒരു കുടുംബമാണ്.
സ്വന്തം കുടുംബത്തെ നിങ്ങൾ നോക്കണം, അവരെ നിങ്ങൾ കൈപിടിക്കണം. നിങ്ങളെക്കാളും സാമ്പത്തികമായി താഴെ, ആരോഗ്യത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തുടരുകയാണ്, വയൻഹാ അനിൽ ഫഹ്ശാ, അല്ലാഹു നിങ്ങളോട് നിരോധിക്കുകയാണ്, അരുത് എന്ന് പറയുന്നു. അനിൽ ഫഹ്ശാ, തിന്മകൾ ചെയ്യരുത്. മദ്യപാനവും വ്യഭിചാരവും അനാശാസ പ്രവണതകളും മയക്കുമരുന്ന് ലഹരികൾ, മോശപ്പെട്ട കാര്യങ്ങൾ, വൽ മുൻകർ, മനുഷ്യ ബുദ്ധിക്ക് തന്നെ തിന്മയാണെന്ന് തോന്നുന്ന എത്രയോ തിന്മകൾ, സ്വതസിദ്ധമായ മനുഷ്യന്റെ പ്രകൃതം പോലും മറച്ചു പോകുന്ന തിന്മകൾ, അത് ചെയ്യരുത്. മോശപ്പെട്ട വാക്കുകൾ പറയരുത്. വൽ ബഗി, നിങ്ങൾ ആരും ആരോടും അനീതി ചെയ്യരുത്, ആരും ആരെയും അതിക്രമിക്കുകയും അരുത്. യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് സാരോപദേശം നൽകുകയാണ്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് വഖഅൽ ഇസ്ലാമു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ഇസ്ലാം ആഴത്തിൽ ഇറങ്ങിയത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാറുണ്ട്. ഉസ്മാൻ, ഹൗ കം, നിങ്ങളെപ്പോലെയുള്ള ഒരു ഇന്റലിജന്റ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, ഡോണ്ട് ലെറ്റ് ഇസ്ലാം ഓവർടേക്ക് യു, നിങ്ങൾക്ക് ഇസ്ലാം നഷ്ടമാവരുത്. നിങ്ങളെപ്പോലത്തെ ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാമിനെ കണ്ട് ബോധിച്ചിട്ട് അത് സ്വീകരിക്കാതിരിക്കേ, അത്ഭുതമാണ് കേട്ടോ ഉസ്മാനെ. അങ്ങനെ നബി ഞങ്ങൾ പറയാം, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, ഇസ്ലാമിലേക്ക് വരണം എന്ന് നബി ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആഗ്രഹമുണ്ട്. പക്ഷേ തങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു, ഉസ്മാൻ എന്നവരെ കാണുമ്പോഴൊക്കെ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബിയെ, ആ സ്വഹാബി പറയാ, അള്ളാഹുവിൻ്റെ ഈ വചനം, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, എന്നിട്ട് അള്ളാഹു അവസാനം യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ, അള്ളാഹു നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഓർമ്മ വരാൻ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ നന്മ ചെയ്യണം, നീതി ചെയ്യണം, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ നോക്കണം. 3 കാര്യങ്ങൾ കൽപ്പിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾ തിന്മകളിലേക്ക് പോകരുത്, ആശാസ്യമല്ലാത്ത ഒന്നും നിങ്ങൾ ചെയ്യരുത്, അനീതിയും അതിക്രമവും നിങ്ങൾ ചെയ്യരുത്. 3 കാര്യങ്ങൾ അല്ലാഹു ഉപദേശിക്കുകയാണ്. യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ഓർമ്മ വരണം. ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് നല്ലതാണ്. അവര് റിമൈൻഡർ വരുമ്പോൾ അവർ ചിന്തിക്കുന്നവരാണ്, സ്വയം തിരുത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിറങ്ങിയതിൽ പിന്നെയാണ് ഇസ്ലാം മഹാനവറുകളുടെ ഖൽബിലേക്ക് ആഴത്തിൽ ഇറങ്ങിയത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു